ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് ചെയ്തത്. വയനാട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ കിച്ചണും വർക്ക് ഏരിയയും TV യൂണിറ്റാണ് ചെയ്തു കൊടുത്തത്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. പുതുതായിട്ടൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ വീട് വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഫുൾ ബോക്സ് ആക്കി ചെയ്യുന്നതാണ് കിച്ചൺ ഏറ്റവും നല്ലത്. ഫുൾ ബോക്സ് ആക്കി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഹൈറ്റും ഡെപ്തും പിന്നെ അതുപോലെ തന്നെ ഡിസൈനൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ അലുമിനിയവും പിന്നെ അതേപോലെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഫുള്ളായി ഫിനിഷിങ് ചെയ്ത് കൊടുത്തത്. അടിയിൽ ആ ഒരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ മിഡിലായിട്ടുള്ള ആ ഒരു ബോക്സും മുകൾ ഭാഗത്തായിട്ടുള്ള ലോഫ്റ്റ് ഏരിയയുമാണ് ഈ ഒരു കിച്ചണിൽ ചെയ്തു കൊടുത്തത്. വളരെ ബഡ്ജറ്റ് ലെവലിൽ വളരെ ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരു പാനലിൽ വർക്കും പിന്നെ അതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരു ടോളി യൂണിറ്റൊക്കെ സെറ്റാക്കി വളരെ മോഡേൺ ആക്കിയിട്ടാണ് ഈ ഒരു കിച്ചൺ മൾട്ടിവുഡും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തത്. ഈ ഒരു കിച്ചൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ആ ഒരു രീതിയിലാണ് ഈ ഒരു കിച്ചൺ സെറ്റാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പാനൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഫുള്ള് റൂട്ട് ചെയ്തിട്ടാണ്. ഈ ഒരു കിച്ചൻ്റെ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് ഈ ഒരു ക്യാബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റും പിന്നെ അതുപോലെ വാൾ ടൈലൊക്കെ സെറ്റാക്കി ഫിനിഷിംഗ് ആക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഹൈറ്റ് കൂടുതലായിട്ട് വരുന്ന ഭാഗത്താണ് ഡിഷ് വാഷർ നമ്മൾ സെറ്റാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലായിട്ട് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റ് റൂട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഗ്രാനൈറ്റ് സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. ഫ്രണ്ടിലോട്ട് നമ്മൾ ലൂയിസ് പാനലാണ് കൊടുത്തത് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന. ഈ ഒരു കിച്ചണിലെ ടോളി യൂണിറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഉള്ളിലായിട്ട് നമ്മൾ ഈക്വലായിട്ട് തട്ടാണ് കൊടുത്തിരിക്കുന്നത്. PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു തട്ട് ഫുള്ളായിട്ട് ഈക്വലായിട്ട് കൊടുത്തത്. ഈ ഒരു കിച്ചൻ്റെ ഹിഞ്ചസ് ഒക്കെ സോഫ്റ്റ് ഗ്ലോസ് ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. 304 വരുന്ന ഹിഞ്ചസ് ആണ് ഇതിനായിട്ട് സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലായിട്ട് സ്റ്റോറേജ് ബേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡാണ്. 17 mm മൾട്ടിവുഡാണ് അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ക്യാബിനിലും തട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു കിച്ചൺ സെറ്റാക്കിയിരിക്കുന്നത്. ലെക്സയുടെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് വൈറ്റും പിന്നെ അതുപോലെ തന്നെ വുഡ് ഫിനിഷിംഗ് വരുന്ന ഷീറ്റും. അക്സസറീസുകളായിട്ട് സാധാരണ കിച്ചണിൽ വെക്കാറുള്ള കട്ട്ലറി യൂണിറ്റ്, പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഓയിൽ പുള്ളൗട്ടൊക്കെയാണ് നോർമലി നമ്മൾ സാധാരണ എല്ലാ കിച്ചണിലും ചെയ്തു കൊടുക്കുന്നുണ്ടത്. ഈ ഒരു കിച്ചൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ആ ഒരു ഗ്രാനൈറ്റും പിന്നെ അതേപോലെ തന്നെ ടൈലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് നമുക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഗ്രാനൈറ്റ് സെറ്റാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ 17 mm മൾട്ടിവുഡ് ഫുള്ളായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയാണ് ഗ്രാനൈറ്റ് സെറ്റാക്കി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഹൈഡ്രോളിക് പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഡിഷ് വാഷർ സെറ്റാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഹൈഡ്രോളിക്. ഇതിൽ നമുക്ക് അത്യാവശ്യം ക്രോക്കറി ഒക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നതും ഫുൾ ബോക്സ് ആക്കി തന്നെയാണ്. വർക്ക് ഏരിയയിൽ നമ്മൾ ലെക്സയുടെ തന്നെ ഒരു കൊറൽ കോഫിയിൽ വരുന്ന ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിഭാഗത്തായിട്ടൊരു ബോക്സും പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ടൊരു GTPTയുടെ സെറ്റിംഗ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് 3 mm ഗ്ലാസ്സിലാണ് സെറ്റാക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മുകൾ ഭാഗത്ത് ലോഫ്റ്റ് ഏരിയയും കൂടി ചെയ്തു. ഇനി ഇവിടുത്തെ വേറൊരു വർക്കാണ് ഈ ഒരു വർക്കിംഗ് സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത്. 3 ബോക്സ് ആക്കിയിട്ടാണ്. ഫുൾ അലുമിനിയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഒരു 4 പേർക്ക് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അലുമിനിയം ഫ്രെയിം ചെയ്തതിന് ശേഷം ഇതിൽ കവറിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലെക്സയുടെ PVCയുടെ വുഡ് ഫിനിഷിൽ വരുന്ന ഷീറ്റ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ബോക്സിൽ നമ്മൾ ഒരു ഡ്രോയറും പിന്നെ അതേപോലെ തന്നെ ഒരു ഡോറാണ് സെറ്റാക്കിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ, അതായത് കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു ടേബിളൊക്കെ നമുക്ക് അലുമിനിയത്തിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധിക്കും. ഒരു ഡ്രോയറും പിന്നെ അതേപോലെ തന്നെ അടിയിലായിട്ടൊരു ഡോറും കൂടി കൊടുത്തു. സ്റ്റോറേജ് ബേസിനായിട്ട് അടിയിലായിട്ടൊരു തട്ടും കൂടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.